ദിനംതോറും തൻ്റെ ക്രൂശ് വഹിച്ചുകൊണ്ട് എന്നോട് ചേർന്ന് ജീവിക്കണം എന്നരുളി ചെയ്ത നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പത്രോസിൻ്റെ 1-ാം ലേഖന പഠനം നാം തുടരുന്നു. 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്കാണ് നാം ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതുപോലെ 4-ാം അധ്യായം ചിന്തിച്ചത് സത്യകൃപയിൽ നിലനിൽക്കുന്നവർ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്നവരാണ്. ആദ്യത്തെ 6 വാക്യങ്ങൾ ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചു. ശരിയായ മനോഭാവം, തെറ്റായ പല കാര്യങ്ങൾ താഴെ നമുക്ക് കാണുന്നുണ്ട് 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ. അപ്പോൾ അതിൻ്റെ എതിർപദമായ ശരിയായ മനോഭാവത്തിലൂടെ, ശരിയായ ആഗ്രഹത്തിലൂടെ, ശരിയായ നടപ്പിലൂടെ, ശരിയായ ബോധ്യത്തിലൂടെ. അപ്പോൾ ഇതിൻ്റെ എതിർ പദമായ തെറ്റായ മനോഭാവത്തെക്കുറിച്ചും തെറ്റായ ആഗ്രഹത്തെക്കുറിച്ചും തെറ്റായ നടപ്പിനെക്കുറിച്ചും തെറ്റായ ബോധ്യത്തെക്കുറിച്ചൊക്കെ അല്പമായിട്ട് നമ്മൾ ചിന്തിക്കാനിടയായിട്ട് തീർന്നു. ഈ ശരിയായ രീതിയിൽ നാം ജീവിക്കുമ്പോൾ നാം ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്ന അനുഭവം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ അന്ന് പറയാനായിട്ട് ശ്രമിച്ചത്. തുടർന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ 4-7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ആസ്പദമാക്കിയിട്ട് ഉണർന്നിരിക്കുന്നവരാണ് എന്നുള്ളത്, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു എന്നുള്ള പ്രസ്താവനയിലൂടെയാണ് ആ ഭാഗം ആരംഭിക്കുന്നത്. അപ്പോൾ കർത്താവ് പ്രത്യേകിച്ച് ശിഷ്യന്മാരെ ലോകാവസാനത്തിനും അതിൻ്റെ കാര്യങ്ങളൊക്കെ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ ഒരു പരാമർശമാണ് ഈ ഭാഗത്തോട് ചേർത്ത് തലക്കെട്ടായിട്ട് കൊടുത്തത്. സത്യകൃപയിൽ നിലനിൽക്കുന്നവർ ഉണർന്നിരിക്കുന്നവരാണ്. എങ്ങനെ അത് സാധിക്കും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓർത്തു. പ്രാർത്ഥനയിലൂടെ എന്നുള്ളത് നാം 7-ാം വാക്യത്തിൽ നാം കണ്ടു. പ്രാർത്ഥന സുബോധത്തോടെയും നിർമ്മതരായും ഉണർന്നിരിക്കുന്നവരായിട്ട്, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥന എന്നുള്ളതാണ് പറഞ്ഞത്. 2 സ്നേഹിക്കുന്നതിലൂടെ, 3-ാമതായിട്ട് പങ്കുവെക്കുന്നതിലൂടെ, 4-ാമതായിട്ട് ശുശ്രൂഷിക്കുന്നതിലൂടെ എന്നുള്ളത് വേഗത്തിൽ പറയാനായിട്ട് ഞാൻ ശ്രമിച്ചു. ഇന്ന് അതിൻ്റെ 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനാധാരമായിട്ട് 4-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ക്രിസ്തുവിന്റെ നാമത്തിലൂടെ നിങ്ങൾ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ വാഗ്ദാനം ലോകത്തിലാത്മാവായ ദൈവാത്മാവിനോട് ആവശ്യത്തിനുമല്ലോ. നിങ്ങളിൽ ആരും കൊലപാതകനും കള്ളനും ദുഷ്പ്രവർത്തിക്കാരനുമായിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പല കാര്യത്തിൽ ഇടപെടുന്നതുമായിട്ടുമല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മോശപ്പെടുത്തുകയല്ലേ വേണ്ടത്. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ സമയമായിരുന്നു. അത് നമ്മെ തുടങ്ങിയ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താണ്? നീതിമാൻ പ്രയാസന രക്ഷ പ്രാപിക്കുന്നതെങ്കിൽ അഭക്തരുടെയും പാപിയുടെയും ഗതി എന്താണ്? അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിന് വരവേൽപ്പിക്കുന്നു. ഈ 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ആവർത്തിച്ചു വരുന്ന ഒരേ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ചില പ്രയോഗങ്ങളാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി, അഗ്നിശോധന, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും നിന്ന സഹിക്കേണ്ടി വന്നാൽ, അടുത്ത 15 മുതൽ 19 വരെ കഷ്ടം സഹിക്കേണ്ടത്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഈ വായിച്ച ഈ പാരഗ്രാഫിൽ, ഈ ഖണ്ഡികയിൽ ആവർത്തിച്ച് വന്നതിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട പാഠം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് അടുത്ത തലക്കെട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. സത്യകൃപയിൽ നിലനിൽക്കുന്നവർ വിലയേറിയവരാണ്. 1-ാം അധ്യായത്തിൻ്റെ പത്രോസ് എഴുതിയ ഈ 1-ാം ലേഖനം തന്നെ 1-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്ന് വായിക്കാം. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും ഭാരത്തിനുമായി കാണുവാൻ അവനെ ഇടവരുന്നു. ഓക്കെ, അപ്പോൾ നാനാവിധ പരിശോധനകൾ അല്ലെങ്കിൽ കഷ്ടതകൾ
ശോധനകൾ ഇതൊക്കെ നേരിടുമ്പോൾ നേരിടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഈ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ അതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതാണ്. അങ്ങനെയെങ്കിൽ നമുക്കിങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കും, സത്യകൃപയിൽ നിലനിൽക്കുന്നവർ അല്ലെങ്കിൽ പരിശോധനകളിലൂടെയും പീഡകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നാം വിലയേറിയവരാണ്, ദൈവത്തിന് പ്രിയരാണ്, വിലയേറിയവരാണ് എന്നുള്ളതാണ് നമുക്ക് അവിടെ പഠിക്കാനായിട്ട് സാധിക്കുന്നത്. എന്തുകൊണ്ട് വിലയേറിയവരാണ് എന്നുള്ളത് നാം നേരത്തെ ആവർത്തിച്ച് കണ്ട പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പരിശോധനയുള്ളതിനാൽ എന്നുള്ളതാണ്. അതിന് സമാനമായ പര്യായ പദങ്ങളാണ് നാം 12 മുതൽ 19 വരെയുള്ള ഭാഗത്ത് കാണാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അപ്പോൾ സത്യകൃപയിൽ നിലനിൽക്കുന്നവർ വിലയേറിയവരാണ്. എന്തുകൊണ്ട് വിലയേറിയവരാണ്? നമുക്ക് പരിശോധനയുള്ളതിനാൽ, പരീക്ഷയുള്ളതിനാൽ നാം വിലയേറിയവരാണ് എന്നുള്ള പാഠം നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ വിലയേറിയവരായ നാം കർത്താവ് ഉള്ളതുകൊണ്ടാണ് നാം വിലയേറിയവരായത്. അങ്ങനെ നാം കടന്നു പോകുന്ന ഈ പരിശോധനയിൽ എന്ത് ചെയ്യണമെന്നാണ് തുടർന്നുള്ള ഭാഗത്ത് 12 മുതൽ 19 വരെയുള്ള ഭാഗത്ത് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. ഈ പരിശോധന നാം അഭിമുഖീകരിക്കുമ്പോൾ, വേദനവേളകൾ അല്ലെങ്കിൽ കഷ്ടതയുടെ തീച്ചൂളയിലൂടെയൊക്കെ നാം കടന്നു പോകുമ്പോൾ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രതികരണം എന്തൊക്കെയാണെന്നുള്ളതാണ് 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരുപാട് ക്രിയാപദങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നാം ചെയ്യാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണെന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഇന്ന് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. പരിശോധനയിൽ നാം എന്ത് ചെയ്യണം എന്നുള്ളതാണ്. പരിശോധനകൾ വരുമ്പോൾ നാം എന്ത് ചെയ്യണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ രേഖപ്പെടുത്തുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന പരിശോധനയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു വിശേഷണം അഗ്നിശോധന എന്നുള്ളതാണ്. പത്രോസിൻ്റെ ചില പ്രയോഗങ്ങൾ പത്രോസിൻ്റെ ലേഖനത്തിൽ തന്നെ മാത്രം കാണുന്നവയാണ്. നേരത്തെ നാം ചിന്തിച്ചതുപോലെ കൃപയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു വിശേഷണം അത് ഈ ലേഖനത്തിലാണ് നാം കാണുന്നത്. ഇതുപോലെ തന്നെ നാം നേരിടുന്ന പരിശോധനയ്ക്ക് അഗ്നിശോധന എന്നുള്ള വിശേഷണം പത്രോസാണ് ഇവിടെ പത്രോസിൻ്റെ ലേഖനത്തിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അഗ്നിശോധന. ഈ അഗ്നിശോധന എന്ന് പറയുന്നത് നമ്മൾ നേരിടുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ കുറിച്ചല്ല എന്നാണ് വേദപണ്ഡിതർ പറയുന്നത്. അന്ന് കാലത്ത് 1-ാം നൂറ്റാണ്ടിൽ നീറോ ചക്രവർത്തിയുടെ ആ ഭരണത്തിൻ്റെ കീഴിൽ ദൈവസഭ നേരിട്ട ആ കഠിനമായ അഘോരമായ പീഡയെയാണ് ഈ അഗ്നിശോധന എന്നുള്ള വിശേഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മെ സംബന്ധിച്ചും അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ നമുക്കും എടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈ പരിശോധനയെക്കുറിച്ചിട്ടുള്ള പാഠങ്ങൾ. ഈ അഗ്നിശോധനയിൽ അവർ എന്ത് ചെയ്യണമെന്നാണോ ദൈവം ആഗ്രഹിച്ചത് അത് തന്നെയാണ് നാം കടന്നു പോകുന്ന പരിശോധനാ വേളകളിൽ ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. ഈ അഗ്നിശോധന അല്ലെങ്കിൽ പരിശോധന എന്ന് പറയുമ്പോൾ അതിൻ്റെ നമ്മളെന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ട് നേരിടുന്ന പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ അല്ല എന്നുള്ളത് തുടർന്ന് നാം ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നാം കർത്താവിന് വേണ്ടി ഉറച്ചു നിൽക്കുമ്പോൾ നാം നേരിടേണ്ടി വരുന്ന ചില പ്രതിസന്ധികൾ, ചില പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് പരിശോധന അല്ലെങ്കിൽ അഗ്നിശോധന എന്നുള്ളത് കൊണ്ട് പ്രധാനമായിട്ടും അർത്ഥമാക്കുന്നത്. അങ്ങനെയുള്ള സന്ദിഗ്ധ ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതിനാധാരമായിട്ട് 12-ാമത്തെ വാക്യമാണ് 1-ാമത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നാം ഇങ്ങനെ വായിക്കുന്നു: പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. അപ്പോൾ അതിശയിച്ചു പോകരുത്. മറ്റൊരു പ്രയോഗം നോക്കുക, ഒരു അപൂർവ കാര്യം. അപ്പോൾ പരിശോധന അല്ലെങ്കിൽ അഗ്നിശോധന എന്ന് പറയുന്നത് ഒരു അപൂർവ കാര്യമല്ല, അതിൽ അതിശയിച്ചു പോകേണ്ടതില്ല എന്നാണ് അപ്പോസ്തലനായ പത്രോസ് അനുവാചകരെ, അഗ്നിശോധനയിൽ കടന്നു പോകുന്ന അനുവാചകരോട് അറിയിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന്
അതിശയിച്ചു പോകരുത്, അപൂർവ കാര്യം എന്നുള്ള പ്രയോഗങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നത് പരിശോധനകൾ അത് നാം പ്രതീക്ഷിക്കണം. അതൊരു ആകസ്മികമായി വരുന്ന ഒരു കാര്യമല്ല, അപൂർവ കാര്യമല്ല എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ പരിശോധനകളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ അതിനു മുൻപ് നാം ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ് എന്നുള്ളത് നാം ഓർത്തിരിക്കണം എന്നുള്ളതാണ് അവിടെ നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കഷ്ടതകൾ, വേദനവേളകൾ, നിന്ദകൾ, പീഡകൾ, ഇതെല്ലാം നാം പ്രതീക്ഷിക്കണം. ഇതൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം നാം പലപ്പോഴും പാടാറുണ്ട്, നാഥനു മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനായി. അപ്പോൾ നാം ആരുടെ കാൽച്ചുവടാണോ അനുദിനം പിന്തുടരാൻ ശ്രമിക്കുന്നത്, ആ നാഥന് ഈ ലോകം കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ അനുയായികളായ നമുക്കും ഈ ലോകം നൽകുന്നത് ഇതൊക്കെ തന്നെയാണ് എന്നുള്ളത് പ്രതീക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ അതിശയിച്ചു പോകുവാനോ അയ്യോ ഒരു അപൂർവ കാര്യമാണല്ലോ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് വെച്ച് നിരാശപ്പെട്ടു പോകുവാനോ ഇടവരികയില്ല. ദൈവത്തിൻ്റെ വചനം ഉള്ള അർത്ഥത്തിൽ ഒരു ശിശു സഹജമായ മനോഭാവത്തോടുകൂടെ യുക്തിക്കതീതമായി നാം വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നാം പരിശോധനകളെ പ്രതീക്ഷിക്കുവാനായിട്ട് ഇടയായിട്ട്, അങ്ങനെയാണെങ്കിൽ ഇതൊരു അപൂർവ കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ നേരിട്ടതെന്നും അതിൽ അതിശയിച്ചു പോകേണ്ടതില്ലെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രതീക്ഷിക്കണം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പ്രതീക്ഷിക്കണം? ആ വാക്യത്തിൽ നിന്ന് തന്നെ ചില സത്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മളിങ്ങനെയുള്ള വേദനവേളകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ആകസ്മികമായി നമുക്ക് വരുന്ന ഒരു പക്ഷേ മാരകമായ രോഗങ്ങളാകാം, പലതരത്തിലുള്ള പീഡകളാകാം, വേദനവേളകളാകാം, എന്തുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കണം എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഉത്തരം 12-ാം വാക്യത്തിൻ്റെ തുടങ്ങുന്ന ആദ്യ പദം തന്നെ നമ്മെ ഓർപ്പിക്കുകയാണ്. നാം പ്രിയമുള്ളവരെ എന്നാണ് തുടങ്ങുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലും പ്രിയമുള്ളവരെ എന്നുള്ള പ്രയോഗം അപ്പോസ്തലനായ പത്രോസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിയരായതിനാൽ, അല്ലെങ്കിൽ നാം പ്രിയമുള്ളവരാണ്. അതിൻ്റെ അർത്ഥം മൂലഭാഷയിൽ കർത്താവിന് പ്രിയരാണ്, കർത്താവിനോടും കർത്താവിനുള്ളവർക്കും പ്രിയരാണ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ ഇടയായിട്ട് തീരുന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരിശോധന വേളകൾ നമ്മുടെ നാഥൻ നമുക്ക് അനുവദിക്കുന്നത്? നാം അവന് പ്രിയരായതിനാൽ എന്നുള്ള സത്യം നമുക്ക് ആ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അയ്യോ എനിക്ക് വന്നത് അപൂർവ കാര്യമാണ്, അയ്യോ ഇതെന്തുകൊണ്ട് എനിക്ക് വന്നു എന്ന് പകച്ച് നിൽക്കേണ്ടതില്ല. നാം അവനെ പ്രിയരായതിനാൽ അവൻ നമുക്ക് ഇതുപോലെയുള്ള പരിശോധനകൾ നൽകുന്നു. അതിനവനൊരു ഉദ്ദേശമുണ്ട്. അതൊക്കെ തുടർന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പ്രതീക്ഷിക്കണമെന്നുള്ള പാഠത്തിൽ ഒന്നാമത് പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്, നാം അവന് പ്രിയരാണ്. ആ പ്രിയനായവനിലാണ് നമ്മെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് നാം പ്രിയരായിത്തീരുന്നത്. നമ്മുടെ എന്തെങ്കിലും സവിശേഷതകൾ കൊണ്ടല്ല. നമുക്കറിയാം, നമുക്ക് ചിലരെ പ്രിയരായിട്ട് തോന്നുന്നത് അവരിലുള്ള എന്തെങ്കിലും കഴിവുകളോ അവരുടെ എന്തെങ്കിലും പ്രത്യേകതകളോ കണ്ടിട്ടാണ്. ഇപ്പോൾ സ്കൂളിലെ ക്ലാസ്സിലാണെങ്കിൽ ഒരു കുട്ടിയുടെ ചില പ്രത്യേക സ്വഭാവ സവിശേഷത കാണുമ്പോൾ നമുക്ക് അവരോട് ഒരു മമത തോന്നും, ഒരു വാത്സല്യം തോന്നും. പക്ഷേ ദൈവത്തിന് നമ്മോട് പ്രിയം തോന്നുവാൻ നമ്മിൽ എന്താണ് ഉണ്ടായിരുന്നത്? ഒന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല നാം അവൻ്റെ ശത്രുക്കളായിരുന്നു. അങ്ങനെയുള്ള നമ്മെ അവൻ പ്രിയരാക്കി തീർത്തു. അവൻ്റെ പ്രിയനായവനിലാണ് അത് സാധിച്ചത്, അതിൽ അവൻ തിരഞ്ഞെടുത്തത് എന്നുള്ളത് നാം എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയരായതിനാൽ ഇങ്ങനെയുള്ള പരിശോധനകളൊക്കെ വരും. അത് തിരുവെഴുത്ത് തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള ചരിത്ര സത്യമാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്ക് നാം പോയാൽ, ദാനിയേലിൻ്റെ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ദാനിയേലിൻ്റെ പുസ്തകം, ദാനിയേലിൻ്റെ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം മതി. ദാനിയേലിനെ കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ്, ദൂതൻ പറയുകയാണ്, നീ പ്രിയനാണ്. 6:16 വായിക്കാം. ദാനിയേൽ 6:16. രാജാവ് ഈ വാക്ക് കേട്ടപ്പോൾ അത്യന്തം വ്യസനിച്ചു. ദാനിയേലിനെ രക്ഷിപ്പാൻ മനസ്സ് വെച്ച് അവനെ രക്ഷിപ്പാൻ
സൂര്യനസ്തമിക്കുവാൻ പ്രയത്നം ചെയ്തു. സിംഹക്കുഴിയിലിട്ട കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിലിട്ട് കളഞ്ഞു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് കൽപ്പിച്ചു. ദൈവത്തിന് ഏറ്റവും പ്രിയനായ ദാനിയേലിൻ്റെ ചരിത്രം നമുക്കൊക്കെ അറിവുള്ളതാണ്. പക്ഷേ ദാനിയേലിന് സംഭവിച്ചത് നോക്കുക, അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. അപ്പോൾ ഏറ്റവും പ്രിയനായവനെ ദൈവം പരീക്ഷിക്കുന്നത് പുതിയ കാര്യമൊന്നുമല്ല. അതിൽ നാം അതിശയിച്ചു പോകേണ്ടതില്ല. അതൊരു അപൂർവ കാര്യമൊന്നുമല്ല. കാരണം ആരെല്ലാം ഇടവിടാതെ അവനെ സേവിച്ചിട്ടുണ്ടോ അവർ കൂടുതൽ ശോഭിക്കുവാൻ, തിളങ്ങുവാൻ കർത്താവ് ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ, പരീക്ഷകൾ തൻ്റെ മക്കൾക്ക്, പ്രിയരായവർക്ക് എല്ലാ കാലത്തും കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഈ പരിശോധന എന്നുള്ളതിൻ്റെ മൂലപദം റിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ ശുദ്ധീകരിക്കുക, ലോഹ സംസ്കരണത്തോടുള്ള ബന്ധത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് എന്നാണ് വായിച്ച് മനസ്സിലാക്കാൻ ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ ഒരു ലോഹം ശുദ്ധീകരിക്കുന്ന പ്രക്രിയ അത് പല നിലകളിൽ ആ ലോഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമെങ്കിലും ഇവിടെ നമുക്കറിയാം ഇരുമ്പയിരിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നത് അത് ഈ ഫർണസിലൂടെ, തീച്ചൂളയിലൂടെ കടത്തിവിട്ടിട്ടാണ്. അപ്പോൾ ഇവിടെ പരിശോധനയ്ക്ക് അഗ്നിശോധന എന്ന് പറയുമ്പോൾ പരിശോധന നമ്മെ ശുദ്ധീകരിക്കുവാനായിട്ട്, കുറേ കൂടെ തിളങ്ങാനായിട്ട്, നമ്മിലുള്ള പൊടിപടലങ്ങൾ, മാലിന്യങ്ങൾ, ആ പ്രകൃതിയിൽ നിന്ന് അയിര് ലഭിക്കുമ്പോൾ അതിലൊരുപാട് മാലിന്യങ്ങൾ ആ ധാതുവിലുണ്ടാകും. എന്നാൽ അത് സംസ്കരണം ചെയ്യുമ്പോൾ, സംസ്കരണ പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ ആ മാലിന്യങ്ങളൊക്കെ മാറി അത് ശോഭയുള്ളതായി, കൂടുതൽ പ്രയോജനമുള്ളതായിട്ട് തീരും. അതേ ആശയമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദാനിയേലിൻ്റെ ചരിത്രം ഈ സത്യത്തെ നമ്മെ ബലപ്പെടുത്തുന്നതാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ദാനിയേലിൻ്റെ അത് വായിക്കാനിടയായിട്ട് തീർന്നത്. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. ഇത് ലോഹ സംസ്കരണത്തിൻ്റെ ദൃഷ്ടാന്തമല്ല, മറിച്ച് അതൊരു ബയോളജിക്കലായി അല്ലെങ്കിൽ ഒരു എന്താ പറയുക, സസ്യങ്ങളോടുള്ള ബന്ധത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ചെത്തിവെടുപ്പാക്കുമ്പോൾ അധികം ഫലം കായ്ക്കാൻ ഇടയായിട്ട് തീരുമെന്നുള്ളതാണ്. അപ്പോൾ പ്രിയരായതിനാൽ ഈ പ്രതീക്ഷിക്കണം, പരിശോധനകളൊക്കെ നമുക്ക് വരും എന്നുള്ളത് പ്രതീക്ഷിക്കും. രണ്ടാമത് നാം അവിടെ വായിക്കുന്നത് 12-ാം വാക്യത്തിൽ, പ്രിയമുള്ളവരെ നിങ്ങൾക്ക് പരീക്ഷ. അടുത്ത പദം സംഭവിച്ചിരിക്കുന്ന. അപ്പോൾ സംഭവിച്ചിരിക്കുന്ന എന്നുള്ള ആ ക്രിയാപദം അത് പദ്ധതി, സംഭവിച്ചിരിക്കുന്ന എന്നുള്ളത് അത് ആകസ്മികമായിട്ടല്ല, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്നുള്ളൊരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. ദൈവത്തിൻ്റെ പദ്ധതി മാത്രമല്ല, പരീക്ഷ എന്ന് പറയുന്നത് അത് നമ്മെ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ മക്കളൊക്കെ പഠിക്കുമ്പോൾ ഓരോ ടേമിലും അവർക്ക് പരീക്ഷകളുണ്ട്. പരീക്ഷകൾ എന്തിനാണ്? അവരെ താഴ്ത്താനല്ല, അവർ ആ പഠിച്ച പാഠങ്ങൾ വിലയിരുത്തുകയാണ്. അടുത്ത തലത്തിലേക്ക് ഉയർത്താനായിട്ടാണ് പരീക്ഷകളുള്ളത്. മാത്രമല്ല, സംഭവിച്ചിരിക്കുന്ന അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ എന്തായി ദൈവത്തിൻ്റെ പദ്ധതി? അതാണ് അടുത്തതായിട്ട് നാം പ്രതീക്ഷിക്കണം എന്നുള്ളതിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പ്രിയനെ പോലെ ആക്കുവാനാണ്, അല്ലെങ്കിൽ കർത്താവിന് അനുരൂപരാക്കുവാനായിട്ടാണ് ഈ പരിശോധനകളൊക്കെ വരുന്നത്. അതുകൊണ്ട് നാം അത് പ്രതീക്ഷിക്കണം എന്നുള്ള സത്യമാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധന എന്നുള്ള പദപ്രയോഗമാണ് ഈ പാഠം മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. കഴിഞ്ഞ മാസം നാം പഠിച്ച കാര്യമാണല്ലോ റോമലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങളിൽ നിന്ന് വർഗീസ് ജോൺ സാർ മനോഹരമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ചെയ്യുന്ന കാര്യം നാം പഠിക്കാനിടയായിട്ട് തീർന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ആ പദ്ധതി, ദൈവം ഇന്ന് ഏർപ്പെട്ടിരിക്കുന്ന ആ പദ്ധതിയുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്, പൂർത്തീകരണം എന്ന് പറയുന്നത് നാം വായിച്ചതാണ്. ഒന്നുകൂടെ അത് വായിക്കാം, നമുക്ക് അറിവുള്ളതാണെങ്കിലും. റോമർ 8-ന്റെ 28-ഉം 29-ഉം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്
നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ തൻ്റെ പുത്രനെ പോലെ ആക്കുക എന്നുള്ളതാണ് ഈ നാം കടന്നു പോകുന്ന ഓരോ പരീക്ഷകൾ നാം എഴുതുന്ന, നമുക്കത് വിദ്യാഭ്യാസ മേഖലയോടുള്ള ബന്ധത്തിലെടുത്താൽ നാം എഴുതുന്ന ജീവിതമാകുന്ന ഈ വിദ്യാലയത്തിൽ നാം എഴുതുന്ന ഓരോ പരീക്ഷകളും അതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് അവനെ പോലെ ആക്കുക എന്നുള്ളതാണ്. കുറേ കൂടെ അവനെ പോലെ ക്ഷമിക്കുവാൻ, കുറേ പോലെ അവനെ പോലെ സ്നേഹിക്കുവാൻ, കുറേ കൂടെ അവനെ പോലെ താഴ്മയിൽ നടക്കുവാൻ, കുറേ കൂടെ അവനെ പോലെ ശുദ്ധിയുള്ളവരായി ജീവിക്കാനൊക്കെ നാം എഴുതുന്ന പരീക്ഷകളാണ്, പരിശോധനകൾ എന്നുള്ള പാഠം നമുക്കിവിടെ പഠിക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിശ്വാസം വർദ്ധിക്കുവാൻ എന്നുള്ളതാണ്. വിശ്വാസം വർദ്ധിക്കുവാൻ, ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചരിത്ര സംഭവം, അതായത് തിരുവെഴുത്തിൻ്റെ ആദ്യ പേജുകളിൽ തന്നെ എഴുതിയിരിക്കുന്ന ആ ചരിത്രമാണ് ഈ തലക്കെട്ട് കൊടുക്കാൻ ഇടയായിട്ട് തീരുന്നത്. വിശ്വാസം വർദ്ധിക്കുക. വിശ്വാസം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ജ്ഞാനത്തിലും കർത്താവിൻ്റെ സ്നേഹത്തിലും കർത്താവിൻ്റെ ശക്തിയിലും ചാരുന്നതാണെന്നാണ് ഒരു എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത്. ഞാനൊന്നുകൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്താ വിശ്വാസം എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ശക്തിയിൽ അനുദിനം ചാരുക, അതാണ് വിശ്വാസം. അത് വർദ്ധിക്കാൻ, കർത്താവിൻ്റെ ജ്ഞാനത്തിലുള്ള വിശ്വാസം വർദ്ധിക്കാൻ, കർത്താവിൻ്റെ സ്നേഹത്തിൽ ചാരുന്നത് വർദ്ധിക്കാൻ, കർത്താവിൻ്റെ ശക്തിയിൽ ചാരുന്നത് വർദ്ധിക്കാനായിട്ടാണ് ഇങ്ങനെയുള്ള പരിശോധനകൾ നമുക്ക് നൽകുന്നത്. അത് നാം പ്രതീക്ഷിക്കണം എന്നാണ്. ഇത് മനസ്സിലാക്കാനായിട്ട് തിരുവെഴുത്തിലെ ഒന്നാമത്തെ ചരിത്ര സത്യത്തിലേക്ക് നമുക്ക് പോയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആദാമിൻ്റെയും ഹവ്വയുടെയും ചരിത്രം. അവർ അവിടെ പരാജയപ്പെട്ട ചരിത്രം നാം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ അവർ പരാജയപ്പെട്ടു. അവർക്ക് എഴുതാൻ കൊടുത്ത പരീക്ഷയിൽ അവർ പരാജയപ്പെട്ടു. അവരുടെ വിശ്വാസം വർദ്ധിക്കുക തന്നെ അവർക്ക് ഏറ്റവും ആകർഷകമായി തോന്നുന്നതിനേക്കാൾ ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തെ പ്രിയമുള്ളതായിട്ട് കാണുക എന്നുള്ള ആ ടെസ്റ്റിൽ അവർ പരാജയപ്പെട്ടു. കാരണം അവർ ദൈവീക ജ്ഞാനത്തെക്കാൾ അവരുടെ യുക്തിയിൽ ആശ്രയിക്കാനായിട്ട് ഇടയായിട്ട് തീരുന്നു. നാം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവരുടെ ആ ഫലം തിന്നരുത് എന്ന് ദൈവം പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് തിന്നരുത് എന്നുള്ള കാര്യം നാം അവിടെ വായിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ ആ ജ്ഞാനത്തിൽ ശിശുക്കളെ പോലെ നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി അവർ ചാരണം. അങ്ങനെ അവർ ആ പരീക്ഷ എഴുതണം. മറ്റെല്ലാറ്റിനേക്കാളും ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും ദൈവത്തിൻ്റെ സ്നേഹത്തിലും ദൈവത്തിൻ്റെ ശക്തിയിലും അവർ ആശ്രയിക്കണം. അതായിരുന്നു ദൈവത്തിൻ്റെ ഉത്കടമായ ആഗ്രഹം. പക്ഷേ ആ ടെസ്റ്റിൽ അവർ പരാജയപ്പെടാനായിട്ട്, അവരുടെ വിശ്വാസം വർദ്ധിക്കാനായി കൊടുത്ത ആ ടെസ്റ്റിൽ അവർ പരാജയം. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ടെസ്റ്റുകൾ വരുന്നത് കർത്താവിനോടുള്ള, കർത്താവിൻ്റെ ജ്ഞാനത്തിലുള്ള, കർത്താവിൻ്റെ സ്നേഹത്തിലുള്ള, കർത്താവിൻ്റെ ശക്തിയിലുള്ള നമ്മുടെ ആശ്രയം, അത് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനായിട്ടാണ്. നാം ഓരോ ടെസ്റ്റിലും വിജയിക്കുമ്പോൾ അതിൽ വർദ്ധിച്ചു വരാൻ ഇടയായിട്ട് തീരും. എന്നാൽ നാം പരാജയപ്പെടുമ്പോൾ അതിൽ താണു പോകാനായിട്ട് ഇടയായിട്ട് തീരും. നാം ആ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ആ വൃക്ഷഫലം തിന്നണമെന്ന് പറയുമ്പോൾ നാം അവിടെ വായിക്കുന്നത് അവർ ദൈവത്തിൻ്റെ വാക്കുകളേക്കാൾ പിശാചിൻ്റെ വാക്കുകളെ വിശ്വസിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാൻ അവർക്ക് സാധിച്ചില്ല. പൂർണ്ണ ബുദ്ധിയോടെ അവർ ദൈവത്തിൽ ആശ്രയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ പിശാചിൽ അവർ ആശ്രയിച്ചു. ഹൃദയം കൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല, അവർ ബുദ്ധി കൊണ്ട് വിശ്വസിക്കാനായിട്ട് ശ്രമിച്ചു. അതാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ബുദ്ധി കൊണ്ട് വിശ്വസിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ഈ മനോഹരമായ ഈ വൃക്ഷഫലം തിന്നരുതെന്ന് പറഞ്ഞത്
ദൈവം വാസ്തവത്തിൽ ഞങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ടല്ലേ എന്നുള്ള ഒരു സംശയം ഒരു പക്ഷേ അവരുടെ മനസ്സിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. പൂർണ്ണ ഹൃദയം, ജ്ഞാനിയായ ശലോമോൻ പറയുന്നത് അങ്ങനെയാണ്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാനാണ്, അല്ലാതെ പൂർണ്ണ ബുദ്ധിയോടെ ആശ്രയിക്കുക എന്നുള്ളതല്ല. പൂർണ്ണ ബുദ്ധിയോടെ ആശ്രയിക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് ദൈവം ഇത് നിരോധിച്ചത്? ഞങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ കുറവ് കൊണ്ടല്ലേ എന്നുള്ള, ഞങ്ങൾ ദൈവത്തെ പോലെ ആകും. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയിലുള്ള അവരുടെ വിശ്വാസക്കുറവ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ വർദ്ധിക്കാനായിട്ട് ഓരോ ടെസ്റ്റുകളും ശരിയായ രീതിയിൽ നാം ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് സാധിക്കും. ഇല്ലെങ്കിൽ ആദിമ പിതാക്കന്മാരെ പോലെ ഈ തിരുവെഴുത്തിൽ ആദ്യത്തെ ചരിത്രത്തിൽ കാണുന്നത് പോലെ നാം പരാജയപ്പെടാനായിട്ട് ഇടയായിട്ട് തീരും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ പാഠം അതാണ്. പരിശോധനയിൽ എന്ത് ചെയ്യണം? ഈ 12ാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു, പ്രതീക്ഷിക്കണം. രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് അടുത്ത 13ാമത്തെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 13ഉം 14ഉം വാക്യം ഒന്ന് വായിക്കാം. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്തോറും സന്തോഷിച്ചുകൊള്ളു. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. ഈ 13, 14 വാക്യങ്ങളിൽ ആവർത്തിച്ചു വരുന്ന ഒരു പദപ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചുവോ? നാം അവിടെ വായിക്കുന്നത് സന്തോഷിച്ചു കൊള്ളുവിൻ, മാത്രമല്ല ഉല്ലസിച്ചാനന്ദിക്കുവാൻ ഇടവരും, മാത്രമല്ല ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് ആനന്ദപൂർണർ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രയോഗങ്ങളിൽ നിന്നാണ് അടുത്ത പാഠം പഠിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. പരിശോധനയിൽ നാം എന്ത് ചെയ്യണം? സന്തോഷിക്കണം. പരീക്ഷ അതിൽ തന്നെ സന്തോഷകരമല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, അതെല്ലാം നമുക്കറിയാം. പക്ഷേ തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് ഈ ഭാഗത്ത് മാത്രമല്ല, പൗലോസ് മാത്രമല്ല, യാക്കോബിൻ്റെ ഒക്കെ നാം വായിക്കുന്നത് സന്തോഷമെന്ന് എണ്ണണം, സന്തോഷിക്കണം എന്നുള്ളതാണ്. അപ്പോൾ തിരുവെഴുത്ത് ആവർത്തിച്ച് ഒരു സത്യം നമ്മളോട് ചെയ്യാനായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് നാം പാലിക്കേണ്ടതാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഇതുപോലെയുള്ള പരിശോധന, അഗ്നിശോധന, കർത്താവിന് വേണ്ടി നാം ഉറച്ചു നിൽക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളിലും നാം മനഃപൂർവമായി സന്തോഷിക്കണം എന്നുള്ളതാണ് ഈ 13ഉം 14ഉം വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇത് എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചാൽ, നാം ആ 13ഉം 14ഉം വാക്യങ്ങളിൽ നിന്നുകൊണ്ടുള്ള ചില ഉത്തരങ്ങൾ മാത്രം ഒന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് പരിശോധനയിൽ ഇങ്ങനെ സന്തോഷിക്കണം അല്ലെങ്കിൽ സന്തോഷമെന്ന് എണ്ണണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്? 13ൻ്റെ ആദ്യത്തെ പദങ്ങളാണ് ഒന്നാമത്തെ കാരണം നമുക്ക് നൽകുന്നത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും. അപ്പോൾ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ, നാം ഈ ലേഖനത്തിൽ ഈ കഷ്ടങ്ങൾ എന്നുള്ള പദം ഒരുപാട് തവണ ആവർത്തിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ എല്ലാ അധ്യായങ്ങളിലും 1, 2, 3, 4 അധ്യായങ്ങളിലൊക്കെ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെ നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായിട്ട് അവൻ അനുഭവിച്ച കഷ്ടങ്ങളെക്കുറിച്ചല്ല പറയുന്നത് എന്നുള്ളത് നമുക്കറിവുള്ളതാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ എന്ത് കഷ്ടങ്ങളിലുള്ള പങ്കിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ നാം വായിക്കുമ്പോൾ എടുത്തു വായിക്കേണ്ടതില്ല, നമുക്കറിയാം. നാം കഴിഞ്ഞ ആഴ്ചയിൽ നാം അത് കേൾക്കാനിടയായിട്ട് തീർന്നു. ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നാണ് പറയുന്നത്. ഉപദ്രവിക്കുന്നത് എന്ത്? അപ്പോൾ ദൈവജനത്തിനെ ശൗൽ ഉപദ്രവിച്ചപ്പോൾ അത് കർത്താവിനെ അനുഭവിക്കുന്ന ഉപദ്രവമായി, കഷ്ടമായിട്ടാണ് കർത്താവ് കാണുന്നത്. ഇതേ പ്രയോഗം നാം ലേഖനങ്ങളിൽ തന്നെ കാണുന്നുണ്ട്. ഫിലിപ്പ് ലേഖനം 1:29 ഒന്ന് നമുക്ക് വായിക്കാം. ഫിലിപ്പ് ലേഖനം 1:29. അത് ദൈവം തന്നെ വെച്ചതാകുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ അവന് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടങ്ങൾ എന്നുള്ളതാണ്. 3:10 ഫിലിപ്പ് ലേഖനം 3:10. അവന്റെ മരണത്തോട് രൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും 11 അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും
ഓക്കെ, അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ച് അറിയേണ്ടതിന്. അപ്പോൾ കർത്താവിന് വേണ്ടി നാം അനുഭവിക്കുന്ന കഷ്ടങ്ങൾ അത് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളതായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്ന സത്യം എന്ന് പറയുന്നത്, എങ്ങനെ സന്തോഷിക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള പരിശോധന വേളകൾ, ഇങ്ങനെയുള്ള വേദന വേളകൾ, ഇങ്ങനെയുള്ള കഷ്ടതകൾ, ഇങ്ങനെയുള്ള തീച്ചുളയുടെ അനുഭവങ്ങൾ, ഇങ്ങനെയുള്ള സമാനമായ അഗ്നിശോധനകൾ, എങ്ങനെ ഇതിൽ സന്തോഷിക്കാൻ സാധിക്കും? സന്തോഷിക്കാൻ സാധിക്കുന്നതിൻ്റെ രഹസ്യം പത്രോസ് പറയുന്നത് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് അവനുമായിട്ടുള്ള കൂട്ടായ്മയുടെ ആഴം വർദ്ധിക്കുന്ന രംഗങ്ങളാണ് ഇങ്ങനെയുള്ള തീച്ചുളയുടെ അനുഭവങ്ങൾ. ഒരു എഴുത്തുകാരൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടെ എനിക്കത് മനസ്സിലാക്കാനായിട്ട് സഹായിച്ചു. അതായത് ക്രിസ്തു അല്ലെങ്കിൽ ദൈവം നമ്മെ വിശ്വസ്തരായ അല്ലെങ്കിൽ നമ്മിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അവൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകാനായിട്ട് നമ്മെ തിരഞ്ഞെടുത്ത്. ദൈവം നമ്മെ വിശ്വസിക്കുന്നു. ഇവന് ഈ ടെസ്റ്റ് കൊടുത്താൽ അതിലവൻ തീർച്ചയായിട്ടും വിജയിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസമുള്ളവർക്ക് ഇങ്ങനെയുള്ള അഗ്നിശോധനകളിലൂടെ കടന്നു പോകാനായിട്ട് ഇടയായിട്ട് തീരുന്നു. അപ്പോൾ കർത്താവുമായിട്ട് ഏറ്റവും അടുക്കാനായിട്ട് സാധിക്കുന്ന രംഗമായതിനാലാണ് സന്തോഷിക്കണം എന്ന് പറയുന്നത്. നമുക്കറിയാം, പൗലോസ് തുടിയൻ ഈ പത്രോസിൻ്റെ ലേഖനത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള കമൻട്രിയിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഒരു തട്ടാൻ ആ സ്വർണ്ണ ഉരുപ്പിടി അത് ആ തീച്ചുളയിലിടുമ്പോൾ, ഇത് 1-ാം അധ്യായം എടുത്തപ്പോൾ ഞാൻ കോട്ട് ചെയ്തിട്ടുള്ളതാണ്, ആ തട്ടാൻ്റെ ദൃഷ്ടി മുഴുവനും ആ ശോധനയിൽ, ആ തീച്ചുളയിൽ കടന്നു പോകുന്ന ഉരുപ്പിടിയിലാണ്. മാത്രമല്ല ഏറ്റവും അടുത്താണ് തട്ടാൻ അവിടെ ആ തീച്ചുളയിൽ കടന്നു പോകുമ്പോൾ ആ ഉരുപ്പിടിയുടെ അടുത്ത് തട്ടാനുള്ളത്. മാത്രമല്ല അവൻ്റെ മുഴുവൻ ശ്രദ്ധയും അതിലാണ്. അപ്പോൾ ഈ സന്തോഷിക്കണം എന്നുള്ളത് ഈ ദൃഷ്ടാന്തം എടുത്താൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കർത്താവുമായിട്ടുള്ള ഏറ്റവും അടുത്ത ബന്ധം നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ സാധിക്കുന്നത്, അവൻ്റെ ദൃഷ്ടി ശരിക്കും നമ്മുടെ മേൽ പതിയുന്നത് രുചിച്ചറിയാനായിട്ട് സാധിക്കുന്നത്, അവൻ്റെ ശ്രദ്ധ മുഴുവൻ നമ്മിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നത് നാം ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ്. നമുക്കറിയാം, ഇതുപോലെയുള്ള അഗ്നിശോധന നമ്മൾക്കൊന്നും നേരിട്ടിട്ടുണ്ടോ എന്നൊക്കെ അറിഞ്ഞുകൂടാ. എന്നാൽ ചെറിയ ചെറിയ പരിശോധനകളിൽ ഈ സത്യം നമുക്ക് രുചിച്ചറിഞ്ഞിട്ടുള്ളതാണ്. കർത്താവുമായി കൂടുതൽ അടുക്കുവാൻ പ്രതിസന്ധികളിൽ നമുക്ക് ഇടയായിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിന് ദൈവം വിശ്വസ്തരായി നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവരുമായിട്ടുള്ളൊരു പങ്കാളിത്തം നമുക്ക് നൽകിയിരിക്കുന്നു. ഒരു പ്രത്യേക തലത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് നാം സന്തോഷിക്കണം എന്നുള്ളതാണ് ഇവിടെ നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളോട് ഒരു പങ്കാളിത്തം നമുക്ക് തരികയാണ്. തീച്ചുളയിൽ അകപ്പെട്ട ആ ബാലന്മാരുടെ ചിത്രവും നമുക്കിത് വ്യക്തമാക്കി തരുന്നുണ്ട്. അവരുടെ കൂടെ കർത്താവ് നടക്കുകയാണ്. ആ കൂട്ടായ്മ ആസ്വദിക്കാനായിട്ട് ഇതിൽ കൂടുതൽ സാധിക്കുമോ എന്നുള്ളത് സംശയം. അതുകൊണ്ട് സന്തോഷിക്കണം എന്നാണ്. ഇനി പൗലോസിൻ്റെ ചരിത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ വായിക്കുന്നില്ല. പൗലോസിൻ്റെ വിചാരണ തടവുകാരനായിട്ട് പോകുന്ന ചരിത്രം അപ്പോസ്തല പ്രവൃത്തികളിൽ നാം 23-ാം അധ്യായത്തിലോട്ട് ഇങ്ങനെ വായിക്കുമ്പോൾ 27-ാം അധ്യായത്തിലൊക്കെ ആ ഈശാന മൂലം കാറ്റടിക്കുന്നതിന് മുൻപ് അദ്ദേഹം നേരിട്ട പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലൊക്കെ ആ അഗ്നിശോധനയിൽ കർത്താവിൻ്റെ കൂട്ടായ്മ അനുഭവിച്ച രംഗങ്ങൾ ധ്യാനിക്കുന്നത് വളരെ മനോഹരമാണ്. പൗലോസ് എഴുതിയ ഒടുവിലത്തെ ലേഖനത്തിലും ഈ കൂട്ടായ്മയുടെ ആ ഊഷ്മളത താൻ അനുഭവിച്ചത് അവസാന അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് സന്തോഷിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ, കർത്താവുമായിട്ടുള്ള ആ കൂട്ടായ്മയുടെ ആസ്വാദ്യത ശരിയായ രീതിയിൽ നാം അനുഭവിക്കുന്നത് ഇത്തരത്തിലുള്ള വേളകളിലാണ് എന്നുള്ളതാണ് അവിടെ നിന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ഫിലോസഫി ഇങ്ങനെയല്ല. ഇങ്ങനെ കഷ്ടതയിലൂടെ കർത്താവുമായി കൂട്ടായ്മ അനുഭവിച്ച് അനുഗ്രഹം പ്രാപിക്കുക, അല്ലെങ്കിൽ അടുത്ത പാഠം അതാണ് തേജസ് പ്രാപിക്കുക, മഹത്വം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ
അതൊക്കെ ഈ ലോകത്തിൻ്റെ കഷ്ടതയൊന്നും അവർക്ക് ഇഷ്ടമല്ല. അല്ലാതെ തന്നെ ഏറ്റവും മനോഹരമായി ജീവിക്കുക എന്നുള്ളതാണ് ഈ ലോകം ആഗ്രഹിക്കുന്നത്. എന്നാൽ നാം വാസ്തവമായി പ്രകൃതിയിലേക്കൊക്കെ നിരീക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം സൊസൈറ്റിയിലേക്കൊക്കെ നോക്കുമ്പോൾ, എല്ലാറ്റിനും അതിൻ്റേതായിട്ടുള്ള കഷ്ടതയുണ്ട്. അതിലൂടെയാണ് അത് പൂർണ്ണതയിലേക്ക് വരുന്നത്. നമുക്കറിയാം, ഈ പിയാനോ പഠിക്കുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചതാണ്. ഒരു പിയാനിസ്റ്റ്, അദ്ദേഹം ഈ കീബോർഡൊക്കെ വായിക്കുമ്പോൾ ആദ്യമൊക്കെ വളരെ സ്ട്രഗിളാണ്. എന്നാൽ പിന്നീടാണ് അത് മുഴുവനായിട്ട് പഠിച്ചെടുക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് പ്ലേ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത് നാം ഇതിനോട് ഉള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ, ഇങ്ങനെയുള്ള പരിശോധന വേളകൾ വളരെ സ്ട്രഗിളാണ്, ബുദ്ധിമുട്ടാണ്, മാനുഷികമായ നിലയിൽ വളരെ അസ്വസ്ഥത ഉളവാക്കുന്നതാണെങ്കിൽ തോന്നിയാൽ, അടുത്ത പാഠം പറയുന്നത് അതാണ്. അത് തേജസ്സിൽ ഉല്ലസിച്ച് ആനന്ദിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവരും. തിമോഥെയോസിൻ്റെ 2-ാം ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, നാം ഇന്ന് സഹിക്കുന്നതിൻ്റെ അളവനുസരിച്ചാണ് അന്നത്തെ വാഴ്ചയിൽ അവനോടുകൂടെ ആയിരിക്കുക. അപ്പോൾ അത് അറിയുന്നത് കർത്താവിൽ സന്തോഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു കായിക അഭ്യാസിയെ സംബന്ധിച്ചും അത് വാസ്തവമാണ്. അവൻ വളരെ സ്ട്രഗിൾ എടുത്ത് പല കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ച് അവൻ പരിശീലനം ചെയ്യുന്നു. അതിൻ്റെ ലക്ഷ്യം അവൻ ആ വിരുത് പ്രാപിക്കുക എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ നാം നേരിടുന്ന പ്രതിസന്ധികളും പരിശോധനകളും ആ തേജസ്സിൽ ഉല്ലസിച്ച് ആനന്ദിക്കാൻ ഇടവരും എന്നുള്ളത് കൊണ്ട് സന്തോഷിക്കണം എന്നാണ് നാം ഈ 13-ാം വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഒരു കാര്യം കൂടിയുണ്ട്. 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. പരിശോധന ഉണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിക്കണം. കാരണം എന്താ? മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നു. വീണ്ടും പത്രോസിന് മാത്രം ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു പ്രയോഗം ദൈവാത്മാവിനെ കുറിച്ച് നാം കാണുകയാണ്. മഹത്വത്തിൻ്റെ ആത്മാവായ, തേജസ്സിൻ്റെ ആത്മാവായ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് ഈ കഷ്ടതയിൽ, പരിശോധനയിൽ, ശോധനവേളയിൽ നിങ്ങളോട് കൂടെയുണ്ട്. ഒരു എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത്, സമാഗമന കൂടാരത്തിൽ തേജസ് എങ്ങനെ അധിവസിച്ചുവോ അതുപോലെ ഈ പരിശോധന വേളയിൽ ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നത് കൊണ്ട് പ്രത്യേകമായ കൃപ, ശക്തി അനുഭവിക്കുവാൻ ഇന്ന് നമുക്ക് സാധിക്കും. മാത്രമല്ല, ഈ തേജസ്സിൻ്റെ ആത്മാവ് തേജസ്സിലേക്ക് നമ്മെ നയിക്കും. അന്ന് ഉല്ലസിച്ച് ആനന്ദിക്കാൻ ഇടവരും. അപ്പോൾ ഈ കൂട്ടായ്മ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ഈ അഗ്നിശോധനയിൽ നാം തനിച്ചല്ല, അതുകൊണ്ട് നാം സന്തോഷിക്കണം എന്നാണ് ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമത്തെ പാഠം എന്ത് ചെയ്യണം, പരിശോധനയിൽ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ മൂന്നാമത്തെ പാഠം നമുക്ക് നോക്കാം. അതിനാധാരമായിട്ട് അടുത്ത വാക്യം നമുക്ക് വായിക്കാം. 4:16. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. ഇവിടെ ഇതാ മറ്റൊരു പരിശോധനയെക്കുറിച്ച് കാണുകയാണ്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വരിക ഒരു പരിശോധനയാണത്. അപ്പോൾ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പോൾ അടുത്ത പാഠം നമുക്ക് അതിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. പരിശോധനയിൽ എന്ത് ചെയ്യണം? ഇവിടെ ഇതാ പറയുന്ന പരിശോധനയിൽ ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തണം. എങ്ങനെയാണ് മഹത്വപ്പെടുത്താനായിട്ട് സാധിക്കുക? 16-ാം വാക്യത്തിൽ തന്നെ നാം കാണുന്ന ആദ്യ പദം ക്രിസ്ത്യാനി എന്നാണ്. ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ എന്നുള്ളതാണ്. തിരുവഴുത്തിൽ 3 സ്ഥലങ്ങളിലാണല്ലോ ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത്, നമുക്ക് അറിവുള്ളതാണ്. അപ്പോൾ ആ ഭാഗത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ഈ സത്യം മനസ്സിലാക്കാനായിട്ട്. എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് സാധിക്കും? കർത്താവിനെ അനുഗമിക്കുന്നതിലൂടെ സാധിക്കും. കർത്താവിനെ അനുഗമിക്കുക എന്ന് വെച്ചാൽ എന്താണ്? ദിനംതോറും നമ്മുടെ ക്രൂശ് എടുത്ത് അവനെ പിൻചെല്ലുക. അങ്ങനെ വെച്ചാൽ എന്താ? സ്വന്തം ഇഷ്ടത്തിന് മരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ
ദൈവനാമം മഹത്വപ്പെടാനായിട്ടിട. അപ്പോൾ പരിശോധനാ വേളകളിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് ഇടയായിട്ട് തീരണം. അത് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്ങനെയാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആളുകൾ നമ്മെ കളിയാക്കുമ്പോൾ, ദുഷിക്കുമ്പോൾ, പഴി പറയുമ്പോഴൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കുക? ഇത് കേൾക്കാൻ സുഖമുള്ള കാര്യമാണോ? ചിലപ്പോഴൊക്കെ ചില പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നാം പ്രതീക്ഷിക്കാത്ത, നാം കാരണക്കാരല്ലാത്ത പല കാര്യങ്ങൾ നമ്മുടെ മേലെ ആരോപിക്കുമ്പോഴൊക്കെ എങ്ങനെയാ ഇങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കുക? ദിനംതോറും ക്രൂശെടുത്ത് ജീവിക്കുമ്പോൾ, സ്വന്തം ഇഷ്ടത്തിന് മരിച്ച് ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ക്രൂശിലാണ്, എനിക്ക് സ്വയമായി പ്രതികരണമില്ല എന്ന് നാം പഠിക്കുമ്പോൾ, അത് അനുദിനം ചെയ്യാൻ കർത്താവ് പറഞ്ഞു, അത് നാം പാലിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ യാതൊരു പ്രയാസം. അത് ചെയ്യാതിരിക്കുമ്പോൾ ഭയങ്കര സ്ട്രഗിളാണ്, ഉള്ളിൽ പ്രശ്നമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് പകരം ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാനായിട്ട് ഇടയായിട്ട് തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ അനുഗമിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ നാം വായിക്കുന്നത് എങ്ങനെയാണ്? സഹിക്കുമ്പോൾ എന്നുള്ളത്. സഹിക്കുമ്പോൾ, കഷ്ടം സഹിക്കേണ്ടി വന്നാലും അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ, തീർച്ചയായും പരിശോധനകൾ, അത് സഹിക്കാനായിട്ട് ദൈവം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ദൈവം എനിക്ക് ഇത് തന്നതിന് പ്രത്യേകമായ ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ഞാനിത് സഹിക്കണം. ഇങ്ങനെയുള്ള ഈ ദുരിതങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, അത് ഞാൻ തന്നെ അത് ചെയ്യണം. ആ ബോധ്യം, ദൈവമാണിത് നിയന്ത്രിക്കുന്നത്, ദൈവമാണിത് അനുവദിച്ചിരിക്കുന്നത്, അവൻ്റെ അനുവാദത്തോടും അവൻ അറിയാതെയുമല്ല ഇത് വന്നിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ്, അത് അങ്ങനെയുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ നാം ഇത് സന്തോഷത്തോടെ സഹിക്കും. അങ്ങനെ സഹിക്കുന്നവർക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താനായിട്ട് സാധിക്കും. മാത്രമല്ല അടുത്തൊരു പദം ലജ്ജിക്കരുത് എന്നുള്ളതാണ്. ലജ്ജിക്കരുത് എന്ന് പറയുമ്പോൾ അതിനെ എതിർപദമായിട്ട് എടുത്താൽ ധൈര്യമുള്ളവരാകുമ്പോൾ എന്നുള്ളത്. അത് മനസ്സിലാക്കിയത് അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് നാം പോകുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 13 ഉം 21 വാക്യങ്ങൾ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 4:13-21. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കുകയാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവരെന്നും അറിഞ്ഞു. എന്നാൽ ഈ സംഭവിച്ച കാര്യം കൊണ്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാൽ അവരെ ശിക്ഷിക്കുന്നതിന് ജനനിമിത്തം വഴിയൊന്നും കാണായും കൊണ്ട് അവർ പിന്നെയും തർജ്ജനം ചെയ്ത് അവരെ വിട്ടയച്ചു. അപ്പോൾ ഇവിടെ പത്രോസിൻ്റെയൊക്കെ ധൈര്യം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനിടയായിട്ട് തീർന്നു. പരിശോധനകളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും ധൈര്യമുള്ളവരായിട്ട് തീരാൻ സാധിക്കില്ല. മറിച്ച് ഇവിടെ വായിക്കുന്നത് പോലെ ലജ്ജിക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെയൊക്കെ എനിക്ക് നേരിട്ടു, ഇനിയിപ്പോൾ അവരൊക്കെ എന്താ ചിന്തിക്കുക, അവരൊക്കെ എന്താ പറയുക, ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളത് നമ്മൾ അനുഭവിക്കുന്നതാണ്, മറ്റുള്ള വിശ്വാസികളിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലജ്ജിച്ച് പോകാനായിട്ടാണ് നമുക്കൊക്കെ സാധ്യതയുള്ളത്. പക്ഷേ അതിന് എതിർപദം, അതിന് കർത്താവിൻ്റെ ഈ എഴുതിയ പത്രോസിൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ്. പത്രോസിൻ്റെ ധൈര്യം ലജ്ജിക്കാനായിട്ടുള്ള സകല സാധ്യതകളും അവിടെയുണ്ട്. പക്ഷേ നസ്രായൻ്റെ പിന്നാലെ പോകുന്നത് 1-ാം നൂറ്റാണ്ടിൽ ലജ്ജിക്കത്തക്ക ഒരു കാര്യമായി കാണുന്ന ഒരു സാഹചര്യത്തിൽ അവർ ലജ്ജിക്കാതെ ധൈര്യത്തോടുകൂടെ കർത്താവിനെ സാക്ഷിക്കുകയാണ്. അത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു രംഗം നാം അപ്പോസ്തല പ്രവൃത്തി 4 വായിക്കുന്നു. അപ്പോൾ നാം പരിശോധനകളിൽ വളരെ ധൈര്യത്തോടുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അത് മറ്റുള്ളവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ, നമുക്കും കർത്താവിനെ മഹത്വപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പരിശോധനയിൽ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ അടുത്ത പാഠത്തിലേക്ക് നമുക്ക് പോകാം. അതിൻ്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് അതിനെ നമ്മെ സഹായിക്കുന്നത്. അത് വായിക്കേണ്ട, നമ്മൾ ഓൾറെഡി വായിച്ചിട്ടുള്ളതാണല്ലോ. 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നാം പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്, ഇങ്ങനെയുള്ള പരിശോധന വേളകളിൽ നാം നമ്മെ തന്നെ പരിശോധിക്കണം. അതെങ്ങനെ മനസ്സിലാക്കാം? 15-ാം വാക്യമാണ് അത് മനസ്സിലാക്കാൻ സഹായിക്കുന്നത്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടല്ല. അപ്പോൾ ഇങ്ങനെ അല്ല എന്നുള്ള ആ പ്രയോഗം കണ്ടപ്പോൾ പിന്നെ എങ്ങനെയാ? അപ്പോൾ അത് നാം നമ്മെ തന്നെ ഇവാലുവേറ്റ് ചെയ്യേണ്ട, നമ്മെ തന്നെ പരിശോധിക്കേണ്ട. ഞാൻ കൊലപാതകനായിട്ടാണോ ഇത് വരുന്ന? കൊലപാതകൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആരെയും കൊല്ലുന്നില്ല. പക്ഷേ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറയുന്നുണ്ട്, കോപിച്ചാൽ തന്നെ അല്ലെങ്കിൽ ആ രീതിയിൽ ഉള്ള
നമ്മുടെ മനോഭാവം തന്നെ കൊലപാതകത്തിന് സമാനമാണ്. അങ്ങനെ വെച്ച് ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ കൊലപാതകന്മാർ. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ പെരുമാറ്റം കൊണ്ടാണോ ഈ ടെസ്റ്റ് വന്നത്? അതുപോലെ തന്നെ ഞാൻ മോഷ്ടിക്കുക, കർത്താവിന് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കാതെ നാം സ്വയമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരർത്ഥത്തിൽ നാം മോഷ്ടിക്കുന്നവരാണ്. അതുപോലെ തന്നെ തെറ്റായ കാര്യം. അപ്പോൾ നാം നമ്മെ തന്നെ പരിശോധിക്കണം എന്നുള്ള സത്യം പഠിച്ചത് കാര്യമാണ് ഞാൻ പറയാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. 15-ാമത്തെ വാക്യം തന്നെ അത് നമ്മെ പഠിപ്പിക്കുകയാണ്, പരിശോധിക്കണം എന്നുള്ളത്. എന്തൊക്കെ പരിശോധിക്കണം? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചില ക്രിയാപദങ്ങളാണ്. പ്രവൃത്തി, നാം ചെയ്യുന്ന പ്രവൃത്തികൾ അത് പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ടാണോ ഇങ്ങനെയുള്ളത് വന്നത് എന്ന് നാം നമ്മെ തന്നെ, മറ്റുള്ളവരുടെ കാര്യം പരിശോധിക്കാൻ നമുക്കിഷ്ടമാണ്, പക്ഷെ നാം നമ്മെ തന്നെ, നമ്മുടെ പ്രവൃത്തികളെ ഒന്ന് വിലയിരുത്തുന്ന രംഗങ്ങളായി ഈ പരിശോധനകൾ മാറ്റേണ്ടത് നല്ലതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മനോഭാവം. നമ്മുടെ മനോഭാവം പരിശോധിക്കുക. പലപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്, പക്ഷെ അതിൻ്റെ പിന്നിലുള്ള മനോഭാവം മനുഷ്യരാലുള്ള മാനമാണെങ്കിൽ പോയി. അപ്പോൾ നമ്മുടെ മനോഭാവം എപ്പോഴും നാം ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ മനുഷ്യരാലുള്ള ആ അപ്രീസിയേഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല നമ്മുടെ ലക്ഷ്യം ഇവിടെ പറയുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് നാം അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിക്കുവാൻ അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? അതുപോലെ തന്നെ അഭക്തൻ്റെയും പാപിയുടെയും ഗതി എന്താകും? അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ചിലരെ കർത്താവിങ്കിലേക്ക് നേടണം. നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ ശുശ്രൂഷ കൊണ്ടും കർത്താവിങ്കിലേക്ക് നമ്മൾ തന്നെ ഇതുപോലെയുള്ള അഗ്നിശോധനയിലൂടെയാണ് ദൈവത്തിൻ്റെ ഗൃഹം, അല്ലെങ്കിൽ ദൈവഗൃഹം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സഭ, നാം തന്നെ ഇങ്ങനെയുള്ള അഗ്നിശോധനകൾ, പരിശോധനകളൊക്കെ അനുഭവിച്ചുകൊണ്ട് രക്ഷിക്കപ്പെട്ട് അതാണ് രക്ഷയുടെ പൂർത്തീകരണം വരുന്നതെങ്കിൽ ഈ അഭക്തൻ്റെയും സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസ്ഥ എന്താകും? അപ്പോൾ അവരെ നേടണമെന്നുള്ള ലക്ഷ്യം ഈ പരിശോധനകളിൽ നമുക്ക് ഉണ്ടാകേണ്ടതാണ്. പരിശോധനകൾ വരുമ്പോൾ നാം തെറ്റായി പ്രതികരിക്കുമ്പോൾ ഇത് കാണുന്നവർ ഈ കർത്താവിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് പരിശോധനകളിൽ നാം നമ്മെ തന്നെ പരിശോധിക്കണം. നമ്മുടെ ലക്ഷ്യം ഈ കഠിന ശോധനയിൽ പോകുമ്പോൾ ചിലരെ നേടുകയാണോ? മാത്യു പോൾ സഹോദരനെ കുറിച്ച് നമുക്ക് കേട്ടിട്ടുള്ളതാണല്ലോ. ഹോസ്പിറ്റലിലായിരിക്കുമ്പോഴും കഠിന ശോധനയിൽ പോകുമ്പോഴും ഡോക്ടേഴ്സിനോടും അവരോടൊക്കെ സുവിശേഷം പറഞ്ഞ് അവരെ നേടാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു നല്ല ലക്ഷ്യം പരിശോധനയിൽ നമുക്കുണ്ടാകണമെന്നുള്ളത് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒടുവിലായിട്ട് 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത് പരിശോധനകളിൽ, അഗ്നിശോധനയിൽ നാം എന്ത് ചെയ്യണം? ഒടുവിലായിട്ട് നാം വായിക്കുന്നത് 19-ാമത്തെ വാക്യം, ഭരമേൽപ്പിക്കണം എന്നുള്ള ക്രിയാപദമാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഭരമേൽപ്പിക്കണം. ആരിൽ ഭരമേൽപ്പിക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഭരമേൽപ്പിക്കണം എന്ന് ചോദിച്ചാൽ ദൈവത്തിന് കൊടുത്ത ചില വിശേഷണങ്ങളുണ്ട്. അതാണ് അടുത്ത പാഠമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതിൽ. ദൈവത്തിലാണ് നാം ഭരമേൽപ്പിക്കേണ്ടത്. ഭരമേൽപ്പിക്കുക എന്നുള്ളത് ഒരു ബാങ്കിങ് ടേമായിട്ടാണ് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് അത് അറിവുള്ളതാണ്, പലപ്പോഴും അത് കേട്ടിട്ടുള്ളത്. സുരക്ഷിതത്തിനായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക, നിക്ഷേപിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊരു എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ ബാങ്കിൽ നിക്ഷേപിക്കുക. എന്തുകൊണ്ടാണ് നിക്ഷേപിക്കണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവനിൽ ഭരമേൽപ്പിക്കണം എന്ന് പറയുന്നത്? ഒന്നാമത് ആ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞിരിക്കുന്നത് അവൻ വിശ്വസ്തനാണ്. അവൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരികയില്ല. നാം 1 കൊരിന്ത്യർ 10 വായിക്കുന്നതാണ്, അവൻ വിശ്വസ്തനാണ്. പൗലോസ് തിമോഥെയോസിൻ്റെ 2-ാം ലേഖനത്തിൽ പറയുകയാണ്, അവൻ്റെ സ്വഭാവം ത്യജിക്കാൻ അവന് സാധിക്കുകയില്ല. അവൻ വിശ്വസ്തനാണ്. അവൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരിക. അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ പരിശോധനകൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരണം. അപ്പോസ്തലനായ പൗലോസിന് അത് സാധിച്ചു. തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുകയാണ്. അതിനെ തന്നെ സഹായിച്ചത് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു
ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു എന്നുള്ള പ്രയോഗം നാം അവിടെ കാണുന്നുണ്ട്. അപ്പോൾ നാം വിശ്വസിക്കുന്ന ദൈവം വിശ്വസിച്ച് ഏൽപ്പിക്കുവാൻ കൊള്ളാകുന്നവനും മതിയായവനുമാണ്. ഈ സത്യം പരിശോധന വേളകളിൽ നാം ഉൾക്കൊള്ളണം. അങ്ങനെ നമ്മെ തന്നെ പൂർണ്ണമായി അവങ്കിൽ ഏൽപ്പിക്കുവാൻ. ഒരു ബാങ്കിൽ നാം നമ്മുടെ പണം എങ്ങനെ ആ ബാങ്കിന് വിശ്വസിച്ച് നിക്ഷേപിക്കുന്നുവോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാരങ്ങൾ അവനിൽ വിശ്വസിച്ച് നിക്ഷേപിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കാരണം അവൻ വിശ്വസ്തനാണ്. രണ്ടാമത്, അവൻ സ്രഷ്ടാവായതുകൊണ്ട് അവൻ പരിപാലകനാണ്. ആദിമസഭയിലെ പ്രാർത്ഥനയിലും കർത്താവ് തന്നെ പ്രയോഗിച്ച പ്രയോഗത്തിലൊക്കെ ഈ പ്രാർത്ഥനയിൽ അഭിസംബോധന ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഈ സത്യം മുഴച്ചു നിൽക്കുന്നുണ്ട്. ഞാനത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അവൻ നമ്മെ പരിപാലകനാണ്. അതുകൊണ്ട് നാം അവങ്കിൽ ധൈര്യമായിട്ട് ഭരമേൽപ്പിക്കുക. മാത്രമല്ല, നാം ഇവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട്. അപ്പോൾ ഭരമേൽപ്പിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടവുമാണ്. നല്ല കാര്യങ്ങൾ, ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ ധൈര്യമായിട്ട് കർത്താവിങ്കിൽ അത് ഭരമേൽപ്പിക്കാനായിട്ട് ഇടയായിട്ട് തീരണം. അപ്പോൾ വിശ്വസ്തനായ സ്രഷ്ടാവായ ദൈവേഷ്ടമായതുകൊണ്ട് ഈ കർത്താവിങ്കിൽ ഭരമേൽപ്പിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരണം. ഇതോടുകൂടെ ഞാൻ ഈ 4-ാമത്തെ അധ്യായം വിടാനായിട്ട് ആഗ്രഹിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിച്ചത് സത്യകൃപയിൽ നിലനിൽക്കുന്നവർ വിലയേറിയവരാണ്. എന്തുകൊണ്ട് വിലയേറിയവരാണ്? പരിശോധനയുണ്ട്. നാം ഓരോ ഗ്രേഡ് വർദ്ധിക്കണമെങ്കിൽ അതിൻ്റെ കാഠിന്യമുള്ള പരീക്ഷകളുണ്ട്. അങ്ങനെയുള്ള പരീക്ഷകളുള്ളവരായതുകൊണ്ട് നാം വിലയേറിയവരാണ്. പരിശോധനയിൽ നാം എന്ത് ചെയ്യണം? അതാണ് ഈ ഭാഗത്ത് 12 മുതൽ 19 വരെയുള്ള ഭാഗത്ത് നാം പഠിച്ചത്. പ്രതീക്ഷിക്കണം. ഈ കഷ്ടതകളൊക്കെ നാം പ്രതീക്ഷിക്കണം. മാത്രമല്ല, അതിൽ മനഃപൂർവ്വമായി സന്തോഷമെന്ന് എണ്ണണം. അതിനുള്ള ചില കാരണങ്ങൾ ആ ഭാഗത്തുണ്ട്. മാത്രമല്ല, ഈ പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനിടയായിട്ട് തീരണം. ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മെ തന്നെ പരിശോധിക്കും. നമ്മുടെ ശുശ്രൂഷകൾ, അതിൻ്റെ പിറകിലുള്ള നമ്മുടെ മനോഭാവങ്ങൾ, അതിൻ്റെ ലക്ഷ്യം, ഇതൊക്കെ പരിശോധിക്കണം. അല്ലെങ്കിൽ ആ നാളിൽ നാം ലജ്ജിക്കാൻ ഇടയായിട്ട് തീരും. മാത്രമല്ല, വിശ്വസ്തനായ സ്രഷ്ടാവായ അവങ്കിൽ പരിപൂർണമായിട്ട് നാം നമ്മെ തന്നെ ഭരമേൽപ്പിക്കാൻ ഇടയായിട്ട്. അങ്ങനെയെങ്കിൽ സത്യകൃപയിൽ നിലനിൽക്കുവാനായിട്ട് വളരെ സന്തോഷകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിനായിട്ട് വചനം പറഞ്ഞ എന്നെയും കേട്ട നിങ്ങളെയും ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുമാറാകട്ടെ.